ഡിസംബർ 25 എന്താ പ്രത്യേകത? ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ട മാസമാണോ? ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടതാണോ? ആഘോഷിക്കപ്പെടേണ്ടതാണ്. ആർക്കാ സംശയം? ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമല്ല. ആര്? ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? വേണ്ട. ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വർഗീയവാദിയാക്കാനും നിൽക്കണ്ട, വിഷയങ്ങൾ പറയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 സുഹൃത്തുക്കൾ, 2 രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന 2 സുഹൃത്തുക്കൾ, അഭേദ്യമായ ഫ്രണ്ട്സാണ്. അവരുടെ വീട്ടിലുള്ള ഫംഗ്ഷന് പോകും, അവരുടെ വീട്ടിൽ വല്ല സൽക്കാരം ഉണ്ടെങ്കിൽ ആ സൽക്കാരങ്ങൾക്ക് പോകും, ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. 2 പേര് 2 രാഷ്ട്രീയ പാർട്ടിയിലാണ്. വളരെ അടുത്ത സൗഹൃദമാണ്. ഈ വളരെ അടുത്ത സൗഹൃദമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളുടെ രാഷ്ട്രീയ പാർട്ടി പോയി പ്രവർത്തിക്കുമോ? അങ്ങനെ പ്രവർത്തിച്ചാൽ ഇയാൾ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവുമോ? ഒരാൾ കോൺഗ്രസ് ചേരണം, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ചേരാന്ന് കരുതിക്കോളും. പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. കോൺഗ്രസ്സുകാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ്. ഒരുമിച്ചാണ് യാത്ര, ഒരുമിച്ചാണ് കിടത്തം, ഒക്കെ ശരിയാ. പക്ഷെ ഇയാൾ യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കുമോ? കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനുള്ള പണിയെടുക്കുമോ? അങ്ങനെ ഉള്ളിലൂടെയൊക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കല്? അപ്പൊ അവിടുത്തെ നേതാക്കൾ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല, നിങ്ങൾ പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കണം, മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട്. മതപണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം, മറ്റു മതവിശ്വാസങ്ങളിൽ നിങ്ങൾ അമിതമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത. എവിടുത്തെ ന്യായത്? രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അത് നിലപാട്, മതപണ്ഡിതന്മാർ പറഞ്ഞാൽ അത് വർഗീയത. എങ്ങനെ വർഗീയതയാകും? ഒരാളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ പ്രോട്ടോകോൾ പാലിക്കണം. ആ കമ്പനിയിൽ ഏത് യൂണിഫോം ഇട്ടാ വരേണ്ടതെങ്കിൽ അത് അയാൾ പറയും, ആ മാനേജ്മെന്റ് പറയും, അത് സ്വീകരിച്ചു വരണം. ഇയാൾ ഈ കമ്പനിത്തെ റൂളൊക്കെ പാലിച്ചു വരുന്നു. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു കമ്പനിയിൽ പോയി അതിന്റെ ബോർഡ് മീറ്റിംഗ് പങ്കെടുക്കുന്നു, അതിന്റെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നു. ഇതുണ്ടായാൽ ഈ കമ്പനി അയാൾക്ക് കൂറുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ കമ്പനിന്ന് പിടിച്ച് പുറത്തേക്കിടും. അത് കമ്പനിയുടെ സിഇഒ കമ്പനിയുടെ സിഇഒ നടപടി എടുത്താൽ ആ സിഇഒന് ആരെങ്കിലും ഇത് ആ കമ്പനിയുടെ സിഇഒയുടെ വർഗീയത എന്ന് പറയും? ഇല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയക്കാരോ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് നിലപാടാണ്, മതപണ്ഡിതന്മാർ പറയുന്നത് വർഗീയതയാണ്. അങ്ങനെ ചിത്രീകരിക്കുന്നതിന്റെ ഒരു ഇന്റൻഷൻ വേറെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു പരിപാടിനെ നമ്മൾ അതേ രൂപത്തിൽ തന്നെ കാണുക. അപ്പോ ഇത് അവിടെ രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരനായ ആൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കുന്നത് എനിക്കല്ലല്ലോ മതസൗഹൃദം എന്ന് പറയാം, അല്ല രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാ. അവരുടെ മീറ്റിംഗ് പങ്കെടുക്കുക, ഇലക്ഷൻ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുക, വോട്ട് പിടിക്കാൻ വേണ്ടി പോവുക, ഇതിനല്ല എന്താന്ന് പറയാ രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാം. മറിച്ച് എന്താ രാഷ്ട്രീയ സൗഹൃദം? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബോർഡ് കണ്ടാൽ, ഒരു കൊടിമരം കണ്ടാൽ അതിനെ തകർക്കാതിരിക്കുക, അവരുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോയി കരിയറിൽ വയ്ക്കാതിരിക്കുക, അവർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തി കൊടുക്കുക, നമ്മൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക, അങ്ങനെ കോൺഗ്രസ്സുകാരൻ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രോപ്പർട്ടി തകർക്കാതിരിക്കുക. ഇതാണ് രാഷ്ട്രീയ സൗഹൃദം. ഇതന്നെയാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അവരുടെ മതാചാരങ്ങൾ അതേ രൂപത്തിൽ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് ചെയ്യാം. അത് കാണുമ്പോൾ നമ്മളാരും അതിനെ വ്രണപ്പെടുത്താൻ പോകേണ്ടതില്ല, നമ്മളാരും അത് ചെയ്യാനും പോകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയില്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. ആ മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊള്ളട്ടെ, നമുക്ക് നമ്മുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊള്ളാം. ഇത് നിലപാടാണ്. ഇതിന് മതത്തിന്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും അതിന് ചട്ടക്കൂടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഇത് അതിൻ്റെ ഒരു നിലപാടാണ്. നമ്മൾ അതിനെ അതേ രൂപത്തിൽ ഉൾക്കൊള്ളുക. അല്ലാതെ ഇത് വർഗീയതയാണ്, ഇത് വർഗീയത എന്ന് കരുതണ്ട. ഒരു മതത്തിന്റെ പണ്ഡിതന്മാർക്ക് ആ മതവിശ്വാസികളുടെ വിശ്വാസ കാര്യങ്ങൾ, ഈമാനിന്റെ കാര്യങ്ങൾ, അത് നിലനിർത്താനുള്ള വിഷയങ്ങൾ പറയുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പറയുക തന്നെ വേണം. അതാണ് പണ്ഡിതന്മാരുടെ ജോലി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്ക് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ ക്രിസ്തു ജനിച്ച ദിവസമാണ്, യേശുവിന്റെ ജന്മദിനാണ്. യേശു എന്ന് പറയുന്നത് ആരാണ്? എന്താണ് നസാറാക്കളുടെ, ജൂതന്മാരുടെ വാദം എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നില്ലേ? അവർ വാദിച്ചിരുന്നത് എന്തായിരുന്നു? ഇപ്പോഴവർ വാദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ്.
ദൈവത്തിന്റെ മകനാണ് യേശു എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല, അവരുടെ വിശ്വാസമാണ്, അവർക്ക് അങ്ങനെ വിശ്വസിക്കാം, ഈ രാജ്യത്ത് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വിശ്വാസം എന്താണ്? ലം യലിദ് വലം യൂലദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള നബിമാരെ പോലെ തന്നെ ഒരു നബി മാത്രമാണ്, അള്ളാഹിന്റെ മകനൊന്നുമല്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അള്ളാഹുവിന് മകനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാചാരത്തോട് ചേരുക എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കുഫറിലോട്ട് പോകുന്ന കാര്യമാണ്. അള്ളാഹു തആലക്ക് മക്കളുണ്ടാവില്ലല്ലോ, ജനിച്ചിട്ടുമില്ല, ജനിക്കപ്പെട്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വിശ്വാസത്തിന്റെ ആചാരങ്ങളോട് പോകുക എന്ന് പറയുന്നത് കുഫറിൽ വരുന്നൊരു സംഭവമാണ്. അതാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അവിടുത്തെ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തി, ഏതൊരു മതവിശ്വാസത്തിന്റെ ആചാരത്തോടും അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നുള്ളത് കുഫറാണ്. ഇനി അങ്ങനെയല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കിടലായി നമ്മൾ അതിലോട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ്. പറഞ്ഞതാരാണ്? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത കാര്യമല്ല, പണ്ടിന്റെ നിലപാടാണ്, ഇസ്ലാമിന്റെ വീക്ഷണ നിലപാടാണ്. അങ്ങനെ ആകുമ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, എന്താഘോഷം ആയിക്കോട്ടെ, അത് ഈ രൂപത്തിലുള്ള ഒരു പങ്ക് ചേർക്കൽ അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പങ്കെടുക്കലിന്റെ വിധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. ഒരു സൗഹൃദത്തിന്റെ പുറത്ത് വീടിന് മുമ്പിൽ ഒരു സ്റ്റാർ കെട്ടിത്തൂക്കുക, ഒരു എന്തുണ്ടാക്കി വെക്കുന്നു, ക്രിസ്മസിന് ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെക്കുന്നു, ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കുന്നു, ഒരു സാൻഡായിട്ട് ക്രിസ്മസ് അപ്പൂപ്പനെ നമ്മൾ വേഷം കെട്ടി വെക്കുന്നു. ഇതെല്ലാം മതത്തിന്റെ പരിധിയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പറ്റാത്തതാണ്. എന്നാൽ ഒരു വീട്ടിൽ ക്രിസ്മസ് ട്രീ കണ്ടാൽ നമ്മൾ അതിനെ നശിപ്പിക്കണോ? പാടില്ല. നശിപ്പിക്കരുത് എന്നല്ല, പാടില്ല എന്ന് തന്നെയാണ്. ഒരു സാൻഡ റോട്ടിലൂടെ അവരുടെ ആഘോഷമായി പോകുന്ന സമയത്ത് കല്ലെടുത്ത് എറിയാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പുൽക്കൂട് തകർക്കാൻ പറ്റും? പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇത് നിലപാടാണ്. ഇതല്ലാതെ ഇത് വർഗീയതയും ഛിദ്രത ഉണ്ടാക്കുന്നതല്ല. ഇത് നിലപാട്, അത് പറയുന്നത് വേണം. അപ്പൊ നമ്മൾ അങ്ങനെ പോയിട്ട് നമ്മുടെ ഈമാനിനെ കവരാൻ പാടില്ല. അള്ളാഹു തആല കാക്കട്ടെ. അള്ളാഹു തആല അത്തരം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.